ഇത് വല്ലാത്തൊരു ചതിയായി പോയി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും, ബിഗിനറായിട്ട് വരുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുപോലെ ഷോർട്സിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് കരുതുന്നവർക്ക് മുട്ടം പണിയാണ് യൂട്യൂബ് തരുന്നത്. അത് ഇപ്പോ നിലവിൽ കുഴപ്പമില്ല. ഇനി ഫെബ്രുവരി 1 തൊട്ട് 2027 അവിടെ നിന്നുകൊണ്ടാണ് ഷോർട്സ് ക്രിയേറ്റേഴ്സിന് മുട്ടം പണിയുമായിട്ട് യൂട്യൂബ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആരും പാനിക് ആകണ്ട. ഇതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ ഫാമിലിയെ ഒരു കൂട്ടായ്മയിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള എന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇങ്ങനെ സാധിക്കുള്ളൂ. എനിക്ക് സ്റ്റുഡിയോ കാര്യങ്ങളൊന്നും സെറ്റപ്പ് ഒന്നും ചെയ്യാനുള്ള സംവിധാനങ്ങളോ അതിനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് അല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബിഗിനറായിട്ട് വരുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത്. പക്ഷെ പണിയൊന്നും അല്ല, നമ്മൾ ഇത്തിരി കഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. ഇത് പണിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ നമ്മൾ എടുത്താലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രഗിൾ തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് അവർ മതി. പക്ഷെ അത് ഇനി ഫെബ്രുവരി 1, 2027 മുതൽ, അതായത് ജനുവരി 31 മുമ്പായിട്ട് നിങ്ങൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയാൽ, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതല്ല, ഫെബ്രുവരി 1 ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. 8000 വാച്ച് അവറിന്റെ, അതായത് 1000 സബ്സ്ക്രൈബ് എന്നുള്ളത് നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന മാറ്റം 8000 വാച്ച് അവർ, അതല്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് ആണെങ്കിൽ 20 മില്യൺ ഷോർട്സ് വ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പുതിയ ക്രൈറ്റീരിയയിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും അത് കാണാത്തവർക്ക് ഇതിലൂടെയും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ക്രൈറ്റീരിയയിൽ മാറ്റം വന്നതുകൊണ്ട് യാതൊരു വിഷമവും വേണ്ട. കാരണം ബിഗിനർ ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. യൂട്യൂബിന്റെ പോളിസി അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പൊ പുതിയൊരു മുട്ടം പണി ഷോർട്സ് ക്രിയേറ്റേഴ്സിനാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ 20 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആക്കി അവര് ഷോർട്സിലൂടെ അവർക്ക് കംപ്ലീറ്റ് ആക്കിയ ശേഷം മോണിറ്റൈസേഷൻ കിട്ടി ഏണിങ്സ് ഉണ്ടാക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് അവരുടേതായിട്ടുള്ള ക്രൈറ്റീരിയ, അതായത് യൂട്യൂബിൻ്റെതായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതും കൂടി ഫോളോ ചെയ്താലേ ഷോർട്സ് ക്രിയേറ്റേഴ്സിന് പൈസ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അത് എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ. അതായത് ഈ ഫെബ്രുവരി 1 2027 ശേഷം നിങ്ങളുടെ ഷോർട്സ് വീഡിയോയിലൂടെ നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണെങ്കിൽ ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ 10 മില്യൺ വ്യൂസ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതായത് 90 ദിവസത്തിന്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസിന്റെ ക്രൈറ്റീരിയ നിങ്ങളുടെ ഷോർട്സ് വ്യൂസിൽ നിന്നുള്ളത് ഫോളോ ചെയ്തിരിക്കണം. 90 ദിവസത്തിന്റെ ഉള്ളിൽ ആ ഒരു 10 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആ 90 ദിവസം നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് അത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഏണിങ്സ് ഷോർട്സിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എപ്പോഴും നിങ്ങളുടെ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് കുറഞ്ഞോ അപ്പൊ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഷോർട്സ് വീഡിയോ ഇടുകയാണ്, ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി, പക്ഷെ നിങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും. ഇതാണ് പുതിയൊരു ക്രൈറ്റീരിയ വന്നിരിക്കുന്നത്. അല്ലാണ്ട് പാടെ ഷോർട്സിൽ നിന്നുള്ള ഏണിങ്സ് കിട്ടാത്ത കാര്യമല്ല. പക്ഷെ ഈ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് വെച്ചിട്ടുണ്ട്, ഇതും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, മുമ്പൊക്കെ നിങ്ങൾക്ക് ഷോർട്സിൽ ചിലപ്പോൾ 10 മില്യണിൽ താഴെ വ്യൂസ് ആണെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്സിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് കിട്ടുമായിരിക്കും. ഇപ്പോ 90 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം എന്നും കൂടി യൂട്യൂബ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ഷോർട്സ് വീഡിയോ ക്രിയേറ്റേഴ്സിന് കൂടുതൽ ലോങ് വീഡിയോയും കൂടി ക്രിയേറ്റ് ചെയ്യാൻ, ലോങ് ഫോം വീഡിയോയും കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരിക്കാം യൂട്യൂബിന്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, എനിവേ ഈ ഒരു അപ്ഡേറ്റ് വന്നത് എന്തായാലും എന്റെ ഫാമിലിക്ക് ഞാൻ പറഞ്ഞു തരണം. പാനിക് ആവേണ്ട കാര്യമില്ല. എന്തൊരു കാര്യം വന്നാലും തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് ഓക്കെ ആക്കാറുണ്ട്. അതായത് നമ്മുടെ ഫാമിലിക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു കാരണത്താലും പാനിക് ആവേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ തരണം ചെയ്യുക. പക്ഷെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുപാട് ഏണിങ്സ് കിട്ടുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. പുതിയ അപ്ഡേറ്റ് തന്നെയാണ് ഇതെല്ലാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വലിയ വീഡിയോ, ലോങ് ഫോം വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഷോർട്സ് വീഡിയോയിൽ മാത്രമാണ് ഈ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിരിക്കുന്നത്. ഷോർട്സ് വീഡിയോയുടെ മാത്രമാണ് 90 ദിവസത്തിന്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് നിങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അതായത് അതിനെ നിങ്ങൾ സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളത്. 90 ദിവസത്തിന്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ്. എന്നിരുന്നാലേ ഷോർട്സിൽ നിന്നുള്ള ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, ലോങ് വീഡിയോ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. വാച്ച് അവർ ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് തന്നിട്ടില്ല. നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ നിന്നുള്ള ഏണിങ്സ് സാധാരണ നിങ്ങൾ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ
ഹാഫ് മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. 1000 സബ്സ്ക്രൈബർ, അതുപോലെ തന്നെ 3000 വാച്ച് അവർ. ഓക്കെ, അതാണ് ലോങ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത്. ഷോർട്സിന്റെ ആണെങ്കിൽ അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോയുടെ 1000 സബ്സ്ക്രൈബർ 3 മില്യൺ വ്യൂസ് ആണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഹാഫ് മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടാണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഏണിങ്സ് കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന 3 പുതിയ ഫീച്ചറും കൂടി തന്നിട്ടുണ്ട്. ഒന്ന് ബോണസ് ആണ്. ബോണസിലൂടെ ഏറ്റവും കൂടുതൽ ഏണിങ്സ് ലഭിക്കാൻ വേണ്ടി കുറച്ച് ടാർഗറ്റ് തരും. നിങ്ങൾക്ക് ചെറിയ ക്രൈറ്റീരിയകളൊക്കെ തരും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഫുൾഫില്ല് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോണസിൽ നിന്ന് ഏണിങ്സ് കിട്ടും. അതുപോലെ തന്നെ ബോണസ് അല്ലാണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന, അതിൽ കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കൂടുതൽ വിപുലീകരിക്കാൻ, അതായത് ക്രിയേറ്റേഴ്സിന് കൂടുതൽ പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പ്ലാനിങ് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രാൻഡ് കണക്റ്റുകൾ, ഒരുപാട് ബ്രാൻഡുകൾ കൊളാബ് ചെയ്യാൻ വേണ്ടി, ഒരുപാട് ബ്രാൻഡുകൾ നിങ്ങളുടെ ബ്രാൻഡ് ഫണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത്. നല്ല രീതിയിൽ നമ്മുടെ ക്രിയേറ്റേഴ്സിന് ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇനി വരുന്നതാണ് പ്രീമിയം ലൈറ്റ് എന്ന് പറയുന്ന, അതായത് പ്രീമിയം ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യം കാണാണ്ട്, അഡ്വർടൈസ്മെന്റ് കാണാണ്ട് തന്നെ ചിലവർ പ്രീമിയം ലൈറ്റിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഏണിങ്സ് ലഭിക്കും. ഓക്കെ, അപ്പൊ ഈ പ്രീമിയം ലൈറ്റ് എടുക്കുന്നവർക്ക്, ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് പരസ്യങ്ങൾ കാണാണ്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ എടുക്കുന്നവരുടെ ചെറിയൊരു എമൗണ്ട് യൂട്യൂബ്, ഏത് വീഡിയോ ആണോ ഇവര് ഇത്തരത്തിൽ പ്രീമിയം ലൈറ്റ് എടുത്തിട്ട് വീഡിയോ കാണുന്നത്, ഇത്തരത്തിൽ ഓഫ് ലൈനിൽ കാണാം, ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് ഓഫ് ലൈനിലും കാണാം ആ പ്രീമിയം ലൈറ്റ് എടുത്തവർക്ക്. അപ്പൊ ആ എടുക്കുന്ന വ്യക്തിയുടെ ഏത് വീഡിയോ, ഏത് ചാനലുകാരൻ്റെയാണ് വീഡിയോ എടുക്കുന്നത്, അപ്പൊ അവർക്കുള്ള പേയ്മെന്റും യൂട്യൂബ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതിൽ യൂട്യൂബിന് ഏണിങ്സ് കിട്ടും. പക്ഷെ എന്നാലും നമുക്ക് ഓൺലൈനിലൂടെ നമ്മുടെ വീഡിയോ ഇത്തരത്തിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന പോലെയുള്ള ഏണിങ്സ് കിട്ടാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാൽ കൂടി അവർ പ്രീമിയം ലൈറ്റ് എടുത്താൽ കൂടി നമുക്ക് ഏണിങ്സ് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. യൂട്യൂബിൽ വരുന്ന അപ്ഡേറ്റ് നമ്മുടെ ഫാമിലി ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നുള്ളത് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല എഫേർട്ട് ചെയ്ത്, ബിഗിനർ ആയിട്ടുള്ളവർ നല്ല രീതിയിൽ എഫേർട്ട് ചെയ്ത് വേഗം തന്നെ മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കുക. ഫെബ്രുവരി, അതായത് ജനുവരി 31, 2027 മുമ്പ് തന്നെ നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ചാനലിൽ അത്രത്തോളം എഫേർട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നോക്കുക. എന്തെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും അറിവിനായിട്ടൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും പാനിക് ആവണ്ട. നമ്മൾ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് വിജയിക്കും. യൂട്യൂബിൽ ഒരു ടെൻഷനും വേണ്ട. ലൈവ് ഒക്കെ ചെയ്യുക, നല്ല രീതിയിൽ ആക്റ്റീവായി വീഡിയോ ഇടുക. എന്തെങ്കിലും നിങ്ങൾക്ക് സർവീസ് കാര്യങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും